പൊതുവേ നമ്മളിലെ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ പറയില്ലേ ഒരുപാട് പേര് സെൽഫി എടുക്കാനും കാര്യങ്ങളായിട്ടൊക്കെ വരും. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ കണ്ട വീഡിയോയിലും ചേച്ചി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നടന്നു പോകും, ആളുകൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ സെൽഫി എടുത്തോണ്ട് പോവാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലർക്ക് അത് ഭയങ്കര സഫോക്കേഷൻ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. ചേച്ചിനെ സംബന്ധിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കുന്ന പോലെയും അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഒന്നും ചിരിച്ചോണ്ടൊന്നും നിൽക്കാറില്ല. ചില സമയത്ത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. ഏതൊക്കെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു അവിടെ ഷൂട്ട് കാണാൻ വന്നവരോട് ഞാൻ അടിവരെ ആയിട്ടുണ്ട്. എന്ത് ജാടയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് തോന്നും ചേടാ ഇത്രയും നമ്മൾ എടുത്തില്ലേ, കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയ്യോ ഇനി വയ്യാട്ടോ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കില്ല. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ശരിയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നും അവർ നമ്മളെ ഒട്ടും മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ അവർക്ക് വേണ്ട ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നിൽക്കാറുണ്ട്. ചില സമയത്ത് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിളിക്കും. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ പറയാം ഞാനൊന്ന് തൊഴുതിട്ട് വന്നോട്ടെ എന്ന് പറയുന്ന ചില സമയത്ത് ആൾക്കാർ ഒട്ടും മനസ്സിലാക്കാത്ത പോലെ നിൽക്കുന്നു, നമ്മുടെ പ്രൈവസീനെ ഒട്ടും മാനിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ എത്രയോ പേര് ഇങ്ങനത്തെ ഒരു സംഭവം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം 100 പേരിൽ 10 പേർക്ക് കിട്ടിയ ഒരു ഭാഗ്യത്തിൽ ഒരാളല്ലേ ഞാൻ കുറച്ചങ്ങനെ നിൽക്കണം, ദേഷ്യം മാറ്റണം, നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ, ചിലപ്പോൾ നാളെ ഇതൊന്നും ഉണ്ടായില്ലെന്ന് വരാം. അപ്പോൾ പറ്റുന്ന സമയത്തോളം അത് ആസ്വദിക്കുക എന്നുള്ളതാണ്.